عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. محمدنا عليم كل شعر يقصر عن شمائل مصطفانا ويكفيه ثناء من إله بقرآن عن التحريف بانا. تخلق بالكتاب وما حواه فمعناه توضح واستبان. مثال للفضائل في علاه وشمس نورها غمر الزمان. സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഈ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് കിട്ടുന്ന നമ്മുടെ അമൂല്യമായ സമയങ്ങളെ, സന്ദർഭങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടുന്ന വേദികളിൽ പങ്കെടുക്കുവാനും തൗഫീഖ് നൽകിയ സർവശക്തനായ അല്ലാഹുവിനെ നാം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഇത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വിഷയത്തിനാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ തുടക്കം കുറിക്കുന്നത്. സത്യവിശ്വാസികളുടെ മനസ്സിൽ വളരെ ഭക്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി അവർ കൊണ്ടുനടക്കുന്ന, വിശ്വസിക്കുന്ന, ഇടപെടുന്ന മഹാനായ നേതാവാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ്. വിശ്വാസികൾക്ക് ആ നാമം അവരുടെ കാതുകളിൽ കേൾക്കാത്ത ദിവസങ്ങളില്ല. അവരുടെ നമസ്കാരങ്ങളിലൂടെ അത് പറയാത്ത ദിവസങ്ങളില്ല. അവർ
തന്റെ ജീവനേക്കാൾ അവർ സ്നേഹിക്കുന്നത് ആ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് തന്നെ മനസ്സിലാക്കുന്നതിൽ ഒട്ടേറെ അബദ്ധങ്ങളും വീഴ്ചകളും പറ്റിയിട്ടുള്ള മതങ്ങളും സമുദായങ്ങളും സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നും പ്രവാചകന്മാരെ സംബന്ധിച്ച് ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പ്രമാണങ്ങൾക്കപ്പുറം ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ മനസ്സിലാക്കിക്കൂടാ? വിശ്വാസികളുടെ മനസ്സിൽ അവിടുത്തേക്കുള്ള സ്ഥാനമെത്രയാണ്, അവരുടെ ജീവിതത്തിൽ അവിടുത്തേക്കുള്ള പ്രാധാന്യം എത്രയാണ്, ഇതൊക്കെയും നമ്മുടെ വിഷയത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒട്ടേറെ നാജ്യത്തിനുണ്ട്, കരാമത്തുകളുണ്ട്. അതുപോലെ ധാരാളക്കണക്കിന് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാനും പഠിക്കണം, മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഓരോ സമുദായങ്ങളിലും പ്രവാചകന്മാരെ താക്കീതുകാരെ അയച്ചു എന്നത്. താക്കീതുകാരെ അയക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിന്റെ 24-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമുദായവും ഉണ്ടായിട്ടില്ല. അല്ലാഹു എന്തിനാണ് അമ്പിയാക്കളെ അയക്കുന്നത്? പ്രവാചകന്മാരെ സുവിശേഷം അറിയിക്കുന്നതിനും താക്കീതുകാരനൊക്കെയായി പ്രവാചകന്മാരെ അല്ലാഹു അയക്കുന്നതെന്തിനാണ്? അത് ഖുർആൻ സൂറത്തുൻ നിസായിലെ 165-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു വരുന്നുണ്ട്. റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ. അല്ലാഹു പ്രവാചകന്മാരെ മുബശ്ശിരീങ്ങളായി പാർക്കുന്നു. സത്യം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന രൂപത്തിലുള്ള സന്തോഷവാർത്തകളിലേക്കാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന് തരുന്ന ദൈവികമായ സന്ദേശങ്ങളെ ധിക്കരിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. പരലോകത്തോട് പരാജിതരാണ്. ആ ശിക്ഷയിൽ നിന്നവർക്ക് ഒരു കാലത്തും രക്ഷയുണ്ടാകില്ലെന്ന് ഏറ്റവും കഠിനമായ താക്കീത് നടത്തുന്ന മുന്നറിയിപ്പുകളായിക്കൊണ്ടും പ്രവാചകന്മാരെ അല്ലാഹു നേരത്തെ തന്നെ സമൂഹങ്ങളിലേക്ക് അയച്ചിരുന്നതെന്തിനാണ്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ. പ്രവാചകന്മാർക്ക് ശേഷം പിന്നെ ജനങ്ങൾക്ക് പറയാനുണ്ടാകരുത്, ഒരു കാരണമുണ്ടെന്ന് പറയുന്നത് പറയരുത്. നീ ഞങ്ങളിലേക്ക് പ്രവാചകന്മാരെ അയക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പഴച്ചുപോയത്, നീ ഞങ്ങളിലേക്ക് താക്കീതുകാരെ അയക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പഴച്ചുപോയത് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഹുജ്ജത്തും ഒരാൾക്കും ബോധിപ്പിക്കാൻ ഇടവരാത്തവണ്ണം അല്ലാഹു അത് കൃത്യമായി ലോകത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, അന്നഹു തആല അൻസല കുതുബഹു വഅർസല റുസുലഹു ബിൽ ബശാറതി വന്നദാറ വബയ്യന മാ യുഹിബ്ബുഹു വയർദാഹു മിമ്മാ യക്റഹുഹു വയഅബാഹു ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ. അല്ലാഹു അവന്റെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു തന്നു. വഅർസല റുസുലഹു ബിൽ ബശാറതി വന്നദാറതി,
താക്കീതുകാരായും സുവിശേഷകരായും കൊണ്ട് പ്രവാചകന്മാരെയും അവൻ അയച്ചു തന്നു. വബയ്യന മാ യുഹിബ്ബുഹു വയർദാ, അള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്, അവൻ എന്തൊക്കെയാണ് തൃപ്തിപ്പെടുന്നത്, മിമ്മായ യക്റഹു വയർബാഹു, അവൻ എന്തൊക്കെയാണ് വെറുക്കുന്നത്, അവൻ എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെയും വിശദീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു സംവിധാനം ഒരുക്കിയത് എന്തിനാണ്? ലിഅല്ലാ യബ്ഖാ ലിൽമുഅ്തദിരി ഉദുറുൻ, ഒരാൾക്കും നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ പറയാൻ ഇടയുണ്ടാകരുത്, റബ്ബേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, നീ ഞങ്ങൾക്ക് സന്മാർഗം ഏതാണെന്ന് അറിയിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള അവസരമില്ലാത്ത വണ്ണം റബ്ബ് സുബ്ഹാനഹു ഈ ദൗത്യം ഈ ലോകത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഓരോ നബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ അവരവരുടെ സമൂഹങ്ങളിലേക്കായിരുന്നു അയക്കപ്പെട്ടിരുന്നത്. മൂസാ അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളിലാക്ക് അയക്കപ്പെട്ടു. ഈസാ അലൈഹിസ്സലാമും അതുപോലെ തന്നെയാണ്. അങ്ങനെ പല പ്രവാചകന്മാരും ഏത് പ്രവാചകന്മാരും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള സമൂഹങ്ങളിലേക്ക് ചില പ്രത്യേകമായ ഗോത്രങ്ങളിലേക്കാണ് അയക്കപ്പെട്ടതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യം അങ്ങനെയല്ല. അവിടുന്ന് ഏതെങ്കിലും ഒരു നാട്ടിലേക്കല്ല, ഏതെങ്കിലും ഒരു ജനങ്ങളിലേക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭാഷക്കാരിലേക്ക് മാത്രമല്ല. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. സൂറത്ത് സബയിലെ 28-ാമത്തെ ആയത്തിൽ കാണാം, താങ്കളെ നാം അയച്ചിട്ടില്ല സർവ മനുഷ്യരിലേക്കും ബഷീറും നദീറുമായി കൊണ്ടല്ലാതെ. എല്ലാ ജനങ്ങളിലേക്കുമുള്ള നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ മറ്റൊരു രൂപത്തിൽ സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിലും പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. അറബികൾക്ക് റഹ്മത്തായിട്ട് എന്നല്ല, മുസ്ലിമീങ്ങൾക്ക് റഹ്മത്തായിട്ട് എന്നല്ല, മനുഷ്യർക്ക് റഹ്മത്തായിട്ട് എന്നല്ല, ലോകത്തുള്ള എല്ലാത്തിനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം അത് റഹ്മത്ത് തന്നെയാണ്. അങ്ങനെ ലോകത്ത് അല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ തുടക്കം കുറിച്ച ഈ പ്രക്രിയക്ക് അവസാനം കുറിക്കപ്പെട്ടത് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗത്തോടു കൂടിയാണ്. അവിടുന്ന് ഒരു ഉദാഹരണത്തിലൂടെ അക്കാര്യം നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന മസലി വ മസലൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മലഹു ഇല്ലാ മൗളിയ ലബനത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായാഹു ഫജഅല الناس يطوفون به ويعجبون له ويقولون هلا وضعت هذه اللبنة قال فأنا اللبنة وأنا خاتم النبيين. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലതാ അവിടുന്ന് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാരുടെ പരിസമാപ്തി കുറിക്കപ്പെട്ടുകൊണ്ട് അയക്കപ്പെട്ട നേതാവാണെന്ന് ഉദാഹരണ സഹിതം പഠിപ്പിച്ചു തന്നതാണ് ഈ കൽപ്പിക്കുന്നത്. ഇന്ന മസലീ, നിശ്ചയമായും എന്റെ ഉപമ, വമസലുൽ അംബിയാഇ മിൻ ഖബ്ലി, എനിക്ക് മുമ്പയക്കപ്പെട്ട അമ്പിയാക്കളുടെയും എന്റെയും ഉപമ എങ്ങനെയാണ്? കമസലി റജുലിൻ ബനാ ബൈതാ, ഒരാൾ ഒരു വീടുണ്ടാക്കി, ഫഅഹ്സനഹു, അത് നന്നായി നിർമ്മിച്ചു, വഅജ്മലഹു, അത് വളരെ നന്നാക്കി ഭംഗിയുള്ളതോരിലാക്കി. പക്ഷേ ഇല്ലാ മൗളിയ ലബിനത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായാഹു, ആ വീടിന്റെ ആ ബിൽഡിങ്ങിന്റെ ഒരു കോർണറിൽ ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികയുടെ സ്ഥലം അവിടെ ഒഴിവാക്കിയിട്ടിട്ടാണ് പണി പൂർത്തിയാക്കിയത്. അങ്ങനെ ഈ വീടുണ്ടാക്കിയപ്പോ ഈ വീട് കാണാൻ ഫജഅലന്നാസു യതൂഫൂന ബിഹി, ആളുകളൊക്കെ ഈ വീട് കാണാൻ അതിന്റെ ചുറ്റും നടക്കാൻ തുടങ്ങി. വയഅജബൂന ലഹു, എന്തൊരു ഭംഗിയുള്ള വീടാണ്, അവരാശ്ചര്യം കൂടാൻ തുടങ്ങി വീട് കണ്ടിട്ട്. പക്ഷേ വയഖൂലൂന, അവരീ ഒരൊറ്റ ഹോള്, ഒരു ഭാഗം മാത്രം കണ്ടപ്പോൾ അവര് പറയാൻ തുടങ്ങി, ഹല്ലാ ഉദഅത് ഹാദിഹിൽ ലബിനാ, ഈ ഇഷ്ടികയുടെ സ്ഥാനത്ത് ഇതുകൂടി വെച്ചിരുന്നുവെങ്കിൽ ഈ വീട് പൂർത്തി
പൂർത്തിയാകുമായിരുന്നല്ലോ, ഈ ബിൽഡിങ്ങിന്റെ എല്ലാം തികയുമായിരുന്നല്ലോ എന്നാളുകൾ പറയാൻ തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅനൽ ബിനാ, ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തേക്ക് നിയോഗിക്കപ്പെട്ട ഇഷ്ടികയുടെ സ്ഥാനത്താണ് ഞാനുള്ളത്. വഅന ഖാതിമുൻ നബിയ്യീൻ, സർവ അമ്പിയാക്കളുടെയും അന്ത്യം കുറിച്ചുകൊണ്ട്, പരിസമാപ്തി കുറിച്ചുകൊണ്ട് അയക്കപ്പെട്ട ഖാതിമുൽ അംബിയാ, പരിസമാപ്തി കുറിക്കപ്പെട്ടുകൊണ്ട് അയക്കപ്പെട്ട നബിയാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഈ ലോകത്തിന് അല്ലാഹു ഈ ദീന് പൂർത്തിയാക്കാൻ വേണ്ടി, അതാ എല്ലാം തികയ്ക്കാൻ വേണ്ടി അയക്കപ്പെട്ട നബിയാണല്ലോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പേ, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ്, പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ വെച്ചുകൊണ്ട് മഹാനവറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയതാ സൂറത്തുൽ ബഖറയിലെ 129-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. മഹാനവറുകൾ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പേ ദുആ ചെയ്തു പോയി. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ അവരിൽ നിയോഗിക്കണേ. മക്കക്കാർക്ക് വേണ്ടി അതാ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാണ്, റബ്ബേ, അവർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചു കൊടുക്കണം. ആ റസൂലിന്റെ ഡ്യൂട്ടി എന്താണ്? യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ആ ജനങ്ങൾക്ക് ആ റസൂൽ ഓതിക്കേൾപ്പിച്ചു കൊടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, കിതാബും ഹിക്മത്തും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ, ഒരു റസൂലിനെ നീ അവരിൽ നിയോഗിക്കണേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപവാനാണല്ലോ, അഗാധജ്ഞാനിയാണല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന യഥാ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗത്തോടുകൂടി അതാ അതിന്റെ ഫലം കണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിലെ ആളുകൾക്കൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെ സംബന്ധിച്ച് വിവരമുണ്ട്. അത് ഖുർആൻ തന്നെ സൂറത്തുൽ അഅറാഫിൽ 157-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരാമർശിക്കുന്നിടത്ത് അതാ അവരെങ്ങനത്തെ നബിയെയാണ് പിൻപറ്റുന്നത്? ഉമ്മിയായ ആ പ്രവാചകൻ, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ആ പ്രവാചകൻ, അതാ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി, ജനങ്ങളോട് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും അതാ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്ന അതേ തൗറാത്തിലും ഇൻജീലിലുമൊക്കെ എഴുതപ്പെട്ട് കിടക്കുന്ന ആ പ്രവാചകൻ, തൗറാത്തിലും ഇൻജീലിലുമൊക്കെ പരാമർശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെ സംബന്ധിച്ചുണ്ട്. അവിടുത്തെ ചില ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചു പോലും തൗറാത്തിലും ഇൻജീലിലും മുൻവേദഗ്രന്ഥങ്ങളിലുമൊക്കെ പരാമർശമുണ്ട്. ഇങ്ങനെ മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒട്ടേറെ പ്രത്യേകതകളും ഒരുപാട് സവിശേഷതകളും അടങ്ങിയിട്ടുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കണം, അവിടുത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്ന് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരെയും എല്ലാ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്ന് തന്നെയാണ്. മനുഷ്യരാണോ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. അതേ അവസരത്തിൽ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീജ്വാലയിൽ നിന്നാണ്. മലായിക്കത്തുകൾ സൃഷ്ടിക്കപ്പെട്ട
സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതോ അതാ പ്രകാശത്തിൽ നിന്നാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ചലവില ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന്. അതേ അവസരത്തിൽ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ്. ഇതേ ആശയമതാ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യരല്ല, ജിന്നുകളല്ല, മലക്കുകൾ മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാരിൻ, ജ്വാലയിൽ നിന്ന് ജിന്നുകൾ പടക്കപ്പെട്ടിരിക്കുന്നു. വഖുലിഖ ആദം, ആദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മാ ഉസിഫ ലക്കും, നിങ്ങളോട് വിശേഷിപ്പിക്കപ്പെട്ട, നിങ്ങൾക്ക് വർണ്ണിച്ചു തരപ്പെട്ടതിൽ നിന്ന്. അഥവാ ഖുർആൻ പറഞ്ഞല്ലോ മണ്ണിൽ നിന്നാണ് സൃഷ്ടിപ്പെന്ന്. ഖുർആനിൽ കാണാം, ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, മണ്ണിൽ നിന്നാണ് സൃഷ്ടിപ്പ്, എന്നിട്ട് അതിനോട് അല്ലാഹു ഉണ്ടാവുക എന്ന് പറഞ്ഞു, അത് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യരാണോ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. അതിലൂടെ അതാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യലതാദികളിലൂടെ ഭക്ഷണം കഴിച്ചൊക്കെ ഉണ്ടായിട്ടുള്ള മനുഷ്യന്റെ അതാ അവന്റെ ബീജത്തിൽ നിന്ന് അതിങ്ങനെ പല രൂപത്തിലുള്ള ഘട്ടങ്ങൾക്ക് വിധേയമായി ഒരു പൂർണ്ണമായ മനുഷ്യക്കുഞ്ഞായി ഉമ്മയുടെ ഗർഭാശയത്തിൽ പൂർത്തിയായതിന്റെ ശേഷം പുറത്തേക്ക് പ്രസവിക്കപ്പെടുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ ഇതിന് അപവാദമായിട്ടുണ്ടായത്. അഥവാ അവിടുത്തെ അല്ലാഹു സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് നമുക്കറിയാമതൊരു പ്രസവിക്കപ്പെട്ടതല്ല. അതേപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പിതാവിന്റെ പ്രത്യേകമായ നിലക്ക് മാതാവുമായി കൂടിച്ചേർന്നതുകൊണ്ടുണ്ടായതല്ല. അതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതല്ലാത്ത എല്ലാ അമ്പിയാക്കളും സർവരും സർവമനുഷ്യന്മാരും സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെയാണ്? അവർ പ്രസവിക്കപ്പെട്ടതാണ്. വളരെ കൃത്യമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെയാണ് എന്ന ഒരു ധാരണ, എന്ന ഒരു പ്രചരണം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് പല രൂപത്തിലുള്ള കഥകളും മേമ്പൊടിയായിട്ട് പറയുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖപ്രകാശത്തിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെ പടച്ചതെന്നും പിന്നീട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തിൽ നിന്നാണ് സർവ മഖ്ലൂഖുകളെയും അമ്പിയാക്കളും അതുപോലെ തന്നെ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും പടക്കപ്പെട്ടത് ആ നൂറിൽ നിന്നാണ് എന്ന ഒരു വിശ്വാസം ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ അടക്കം ചില മദ്രസകളിൽ ചില കക്ഷികൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം. അതാ 3ാം ക്ലാസ്സിലെ ചരിത്രപാഠത്തിൽ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളിൽ കാണാം. അല്ലാഹു അതിന്റെ ഹെഡിങ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശം അല്ലെങ്കിൽ നൂറ് അല്ലെങ്കിൽ ഒളി എന്നൊക്കെ പലപ്പോഴും പറയപ്പെടാറുള്ള
അതിനെപ്പറ്റി പറയുകയാണ്, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ്, ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റ് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും അതെങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നത് കൃത്യമായി തന്നെ ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ച ആയത്തിലൂടെ ഹദീസിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തെയാണ് എന്ന ഒരു ധാരണ സമൂഹത്തിൽ എങ്ങനെയോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ പിന്തുണ അതിനില്ല, സ്വഹീഹായ ഹദീസുകളുടെ പിന്തുണയും അതിനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രകാശം, ആ പ്രകാശത്തെ സംബന്ധിച്ച് തന്നെയും എന്താണ് പിന്നെ വിശ്വസിക്കുന്നത്? ആ പ്രകാശം ഇങ്ങനെ അത് ആദ്യം ആദമിലൂടെ വന്നു എന്നാണ് പറയുന്നത്. ആ പ്രകാശം അല്ലാഹുവിങ്കിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൃഷ്ടിച്ചു. ആ പ്രകാശത്തിൽ നിന്ന് പിന്നീട് പലരെല്ലാവരെയും സൃഷ്ടിച്ച് ആ പ്രകാശം ഇങ്ങനെ ലോകത്തിങ്ങനെ മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് പോലും. അതീവൊളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്നു വെളിവായി, അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന് പൂർത്തീകരിത്തതിൽ പിന്നെ വെളിവായി, പെരുത്ത് ലഹൂറാത്തുകൾ വലിമാരായി, അത് വെളിവാകും അവസാനത്തോളം, അത് നീലച്ചാലം ലോകാവസാനം. വഹ്ദത്ത് മാല എന്ന് പറയുന്ന മാല ഇന്ന് സമൂഹം പലപ്പോഴും പ്രമാണങ്ങളായി ഖുർആനെയല്ലല്ലോ സ്വീകരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളല്ലല്ലോ സ്വീകരിക്കുന്നത്. ആണെങ്കിൽ ഈ വിശ്വാസം എങ്ങനെ കടന്നുകൂടി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും മനുഷ്യനാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കല്ലല്ലോ, ജിന്നല്ലല്ലോ. എങ്കിൽ പിന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നിന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നിന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നിന്നാണെന്ന് ഹദീസും പഠിപ്പിക്കുന്നു. ഈ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെയും ആളുകൾ എങ്ങനെ അബദ്ധത്തിലേക്ക് പോയി? ഈ മേൽ കേൾപ്പിച്ച കവിതയിൽ എന്താണുള്ളത്? ആ നൂറിങ്ങനെ ആദമായിട്ട് വെളിവായി ആദ്യം, പിന്നീടോ ലോകത്ത് അമ്പിയാക്കളായി ഔലിയാക്കളായി ഇങ്ങനെ അവതരിക്കുകയാണ്. അവസാനം അത് തന്നെ മക്കത്ത് വന്നു. പിന്നെയും ആ നൂറിങ്ങനെ വഴിമാരായി കൊണ്ട് ലുഹൂറാവുകയാണ്, ഔലിയാക്കളായി കൊണ്ടിങ്ങനെ വെളിപ്പെടുകയാണ്. അങ്ങനെ ആ നൂറിങ്ങനെ അത് വെളിവാകും അവസാനത്തോളം, അത് നീലച്ചാലം ലോകാവസാനം. അതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമികമായിട്ടൊരു മുസ്ലിമീങ്ങൾ അങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ മഹത്വങ്ങളും മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അനാദരവാണെന്നും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുച്ഛിക്കലാണെന്നും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇകഴ്ത്തി കാണിക്കലാണെന്നും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെയും പിന്തുണയില്ലാത്ത ഒരു വിശ്വാസം മുസ്ലിമീങ്ങൾ എങ്ങനെ കൈക്കൊള്ളാനാണ്? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമില്ല, ഇതിന് അടിസ്ഥാനമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യരുടെ ജന്മം പോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ജന്മം, സൃഷ്ടിപ്പും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പിറന്നു വീഴുന്ന തറവാട്, അവിടുത്തെ
വംശപരമ്പര, അവിടുത്തെ കുടുംബ പരമ്പര, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെയൊക്കെ ഏറ്റവും ഉന്നതമായ കുലത്തിൽ നിന്നാണ് എപ്പോഴും അവരെ ആ രൂപത്തിലാണ് അല്ലാഹുവിന്റെ സംവിധാനം. വാസിലത്ത് ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ ഖുറൈശൻ മിൻ കിനാനത വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിമിൻ വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുകയാണ്, അറബികളിലെ ഉന്നത കുലത്തിലാണ് മഹാനായ നമ്മുടെ നേതാവിന്റെ വരവുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ കിനാനത്തിനെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. ഇസ്മാഈലിന്റെ സന്താന പരമ്പരകളിൽ ഉന്നത കുലമാണ് കിനാനത്ത്. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, ആ കിനാനത്തിൽ നിന്നാണ്, ഇസ്മാഈലിന്റെ സന്തതികളിൽ നിന്നുള്ള കിനാന, ആ കിനാനത്തിൽ നിന്നാണ് അല്ലാഹു ഖുറൈശികളെ തെരഞ്ഞെടുത്തത്. വസ്തഫാ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ള തെരഞ്ഞെടുത്തത് ബനി ഹാഷിമിൻ, ഹാഷിം സന്തതികളെയാണ്, ബനു ഹാഷിമിനെയാണ്. വസ്തഫാനി, എന്നെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് മിൻ ബനി ഹാഷിമിൻ, ഹാഷിം കുടുംബത്തിൽ നിന്നാണ്. ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. അവിടുത്തെ ആ പരമ്പര നോക്കുമ്പോൾ, വംശപരമ്പര പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പ്രവാചകന്മാരെയും വംശപരമ്പര അതാത് സമുദായങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരിലൂടെയാണ്, നല്ല രൂപത്തിലുള്ള കുടുംബങ്ങളിലൂടെയാണ് വരിക. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വംശപരമ്പരയെ സംബന്ധിച്ച് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ഒരിക്കൽ ചോദിക്കുകയാണ്. ഹിർക്കൽ രാജാവിന്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ ചെന്ന കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ മുസ്ലിമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എതിരാളികളുടെ ടീമിൽപ്പെട്ടയാളാണ്. ആ ഘട്ടത്തിലാണ് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്നത്, കൈഫ നസബുഹു ഫീക്കും, അദ്ദേഹത്തിന്റെ പരമ്പര നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ്? കൊള്ളാവുന്ന പരമ്പരയാണോ, കൊള്ളാവുന്ന വംശത്തിലാണോ പറഞ്ഞിട്ടുള്ളത്? ശത്രുവായിരുന്ന അക്കാലഘട്ടത്തിലെ ശത്രുവായിരുന്ന അബൂ സുഫിയാനും പറയുകയാണ്, ഹുവ ഫീനാ ദൂ നസബിൻ, നല്ല വംശപരമ്പരയുള്ള ആളാണ്, നല്ല പരമ്പരയുള്ള നല്ല കുടുംബത്തിലെ ആളാണ്. സുമ്മഖാല, പിന്നീട് ഹിർക്കൽ ഈ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചതിന്റെ ശേഷം അവസാനം ഹിർക്കൽ രാജാവ് പറയുകയാണ്, അബൂ സുഫിയാനോട് പറയുന്നു, സഅൽതുക അൻ നസബിഹി, അദ്ദേഹത്തിന്റെ തറവാട്, അദ്ദേഹത്തിന്റെ പരമ്പരയെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ, ഫദക്കർത അന്നഹു ഫീകും ദൂ നസബിൻ, നല്ല വംശപരമ്പരയാണെന്ന് നീ പറഞ്ഞല്ലോ. ഫകദാലിക, അപ്രകാരം തന്നെയാണ് തുബഅസുർ റുസുൽ, അമ്പിയാക്കൾ പ്രവാചകന്മാരൊക്കെ നിയോഗിക്കപ്പെടുക, ഫീ അൻസാബി ഖൗമിഹാ, അതാത് ജനങ്ങളിലെ ഏറ്റവും മുന്തിയ പരമ്പരയിലാണ്, മുന്തിയ തറവാട്ട് വംശപരമ്പരയിലാണ് അമ്പിയാക്കളൊക്കെയും നിയോഗിക്കപ്പെടുക. അപ്പോൾ ഇത് റസൂലാണെന്നതിന് അതും രേഖയാണ് എന്ന് ഹിർക്കൽ രാജാവ് അന്ന് അബൂ സുഫിയാനോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ യഥാ ഉത്ബത്ത് ഇബ്നു അബീ റബിയ എന്ന മുശ്രിക്ക്, അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. യബ്ന അഖീ ഇന്നക മിന്നാ ഹൈസു ഖദ് അലിംത മിന സിഖതി ഫിൽ ഇശ്റതി വൽ മകാനതി ഫിൻ നസബി, നല്ല സ്ഥാനം വംശപരമ്പരയിൽ നിനക്കുണ്ട്, കുടുംബം നോക്കിയാലും നല്ല കുടുംബമാണ് നിന്റേത്, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ നീ ഇപ്പോൾ കൊണ്ടുവന്ന കാര്യം കൊണ്ട് ഈ സമൂഹത്തിൽ ഭിന്നിപ്പാണല്ലോ നീ ഉണ്ടാക്കിയതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി, ഐക്യത്തിന് നിയോഗിക്കപ്പെട്ട നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ശത്രു പറഞ്ഞത് നിങ്ങൾ ഭിന്നിപ്പിക്കാൻ വന്നയാളാണെന്നാണ്. അത് പറഞ്ഞപ്പോഴും ആമുഖമായി അവന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, നീ നല്ല തറവാട്ടുകാരനാണ്, നീ ഏറ്റവും നല്ല സ്ഥാനമുള്ള കുടുംബം, നല്ല വംശപരമ്പരയിലെ ആളാണെന്ന് പറയാൻ
അവനൊരിക്കലും പ്രയാസം തോന്നിയില്ല. അപ്പൊ ശത്രുക്കളുടെ നാവിലൂടെ വരെ ആ വംശപരമ്പരയുടെ പ്രത്യേകത അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു പല അപരാധങ്ങളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സാഹിറാണ്, ഒരു സിഹിർ ചെയ്യുന്നയാളാണെന്ന് അവർ സാഹിറെന്ന് വിളിച്ചിട്ടുണ്ട്. മജ്നൂൻ, ഭ്രാന്താണ് മുഹമ്മദേ നിനക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വെറും ഒരു പാട്ടുകാരനാണ്, ഷായിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജോത്സ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അവിടുന്ന് പിറന്ന ആ ഉന്നതമായ കുലത്തിന്റെ ഈ കുറ്റം അവർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ ശ്രേഷ്ഠമായ കുടുംബത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറയുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതാ അബൂജഹിൽ പോലും, അബൂജഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞല്ലോ, താങ്കളുടെ വ്യക്തിത്വം ഏറ്റവും നല്ല വ്യക്തിത്വമാണ് എന്ന് അബൂജഹിൽ പോലും പറയുകയാണ്. ഖദ് നഅലമു യാ മുഹമ്മദ് അന്നക തസിലുർ റഹിമ വതസ്ദഖുൽ ഹദീസ വലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു അല്ലദീ ജിഅത ബിഹി. മുഹമ്മദേ, അബൂജഹിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഓ മുഹമ്മദേ, ഞങ്ങൾക്ക് നന്നായി അറിയാം നീ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവനാണ്. വലാ നുകദ്ദിബുക, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല, നിന്റെ വ്യക്തിത്വത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, നിന്റെ വ്യക്തിത്വത്തിൽ ഞങ്ങൾക്ക് ശങ്കയില്ല. വലാകിൻ നുകദ്ദിബു അല്ലദീ ജിഅത ബിഹി, പക്ഷേ ഞങ്ങൾക്ക് വെറുപ്പെന്തിനോടാണ്? നീ കൊണ്ടുവന്ന ആദർശം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഖുർആൻ അത് സൂചിപ്പിച്ചുകൊണ്ടതാ സൂറത്തുൽ അൻആമിലെ 33-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അൽ-ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. ഖദ് നഅലമു, നമുക്ക് നന്നായി അറിയാം, അല്ലാഹു പറയുകയാണ്, നാം നന്നായി മനസ്സിലാക്കുന്നുണ്ട് നബിയെ. ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂന, താങ്കളെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടെന്ന്. നിങ്ങളെ അവർ നിഷേധിക്കുന്നതിലും നിങ്ങളെ അവർ തള്ളിക്കളയുന്നതിലും നബിയെ നിങ്ങൾക്ക് വല്ലാത്ത മനോവേദനയുണ്ട്, സങ്കടമുണ്ടെന്ന് നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, നിശ്ചയം അവർ താങ്കളുടെ വ്യക്തിത്വത്തെ കളവാക്കുന്നില്ല, നിങ്ങളെ എല്ലാവരും കളവാക്കുന്നത്. വലാകിന്നൽ ളാലിമീൻ, പക്ഷേ അക്രമികൾ ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അല്ലാഹുവിന്റെ ആയത്തുകളെ എത്രേ അവർ നിഷേധിക്കുന്നത്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവവും ഏറ്റവും ഉന്നതമായ അവിടുത്തെ ആ പിറവിയും ഏറെ ശ്രേഷ്ഠകരമായ നിലക്കാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം ഉന്നത കുടുംബമാണ്. അവിടുത്തെ വംശപരമ്പരയിൽ അതാ ഉന്നതരായ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോ അവർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പയായ അബ്ദുള്ള വരെയുള്ള എല്ലാ പിതാക്കളുടെ കണ്ണികളും, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ മുതൽ ആമിന വരെയുള്ള എല്ലാ മാതാക്കളുടെ കണ്ണികളും എല്ലാവരും മുഅ്മിനുകളാണ്, മുസ്ലിമീങ്ങളാണ് എന്നതിനർത്ഥമില്ല. അങ്ങനെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാപരമ്പര അബ്ദുള്ള മുതൽ ആദം വരെ, അതുപോലെ തന്നെ ആമിന മുതൽ ഹവ്വ വരെ എല്ലാവരും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്നൊരു പ്രചരണമുണ്ട്. അങ്ങനെ പ്രചരിപ്പിച്ചാലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കലാകൂ. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ അത് ചീത്ത പറയലാണ്, അവിടുത്തെ കുടുംബത്തെ തെറി പറയലാണ്, അവിടുത്തെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യലാണ് എന്നൊരു പ്രചരണം സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല. നിങ്ങൾ നോക്കൂ, ആ പ്രവാചകന്മാരുടെ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടുള്ള ഓരോ പിതാക്കളെയും എല്ലാവരെയും എടുത്തു നോക്കിയാൽ അവരൊക്കെയും മുസ്ലിമീങ്ങളാണോ?
അങ്ങനെ മുസ്ലിമീങ്ങളായിക്കൊള്ളണം എന്നുണ്ടോ? മുസ്ലിമീങ്ങളായാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമുള്ളൂ എന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുടുംബത്തില്ലതാ അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ആരായിരുന്നു? മുസ്ലിമായിരുന്നുവോ? അല്ലല്ലോ. അതുപോലെ തന്നെ അബ്ദുള്ള, അവരെ പറ്റി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാവിനെ സംബന്ധിച്ച് മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? അവിടുത്തെ മാതാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വൈകാരികമായി ഇളക്കി വിടാറുണ്ട്. കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയെ തെറി പറയുകയാണ്, ഉപ്പയെ തെറി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി ഇളക്കി വിട്ടുകൊണ്ട്, കണ്ടോ മുജാഹിദേ, നിനക്ക് അള്ളാന്റെ ശാപമാണ്. കാരണം നീ നബിയുടെ ഉമ്മബാപ്പമാരെ കുറ്റം പറഞ്ഞയാളല്ലേ, തെറി പറഞ്ഞയാളല്ലേ എന്നൊക്കെ ജനങ്ങളുടെ മുമ്പാകെ ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, അത് സുദീർഘമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പ, അവിടുത്തെ ഉപ്പ എന്നിങ്ങനെ എല്ലാവരും മുസ്ലിമീങ്ങളായാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നസബ് അഥവാ അവിടുത്തെ വംശപരമ്പരയുടെ മാഹാത്മ്യം ഉണ്ടാകൂ എന്നർത്ഥമില്ല. എല്ലാവരും അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃപരമ്പരയിലോ മാതൃപരമ്പരയിലോ വ്യഭിചരിച്ച ഒരാളുമില്ല. വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മോനല്ല, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ ആളല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ പിതൃപരമ്പരയിൽ ഒരാളും മാതൃപരമ്പരയിൽ ഒരാളും അതാ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല. ആ ഒരു പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ പരമ്പരക്കുണ്ട്. ഒരു നിലക്കും വ്യഭിചാരത്തിലൂടെ ഉണ്ടായതല്ല. ആ പരിശുദ്ധിയുണ്ട്. അതേ അവസരത്തിൽ അവിടുത്തെ മറ്റു കുടുംബങ്ങളിലെ ആളുകൾ, അവിടുത്തെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാ മഹാന്മാരായ പണ്ഡിതന്മാര് തന്നെയും പറയുന്നു, വഖദ് കാനൂ യഅ്ബുദൂനൽ വസന ഹത്താ മാതൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ കുറിച്ച് ചരിത്രം പറയുന്നിടത്ത് അതാ രേഖപ്പെട്ട് കാണാം, അവിടുത്തെ മാതാപിതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പാപ്പയുമൊക്കെ അതാ എന്താണ് പരലോകത്തിൽ അവരുടെ സ്ഥിതി എന്ന് പറയുന്നിടത്ത് പറയാണ്, വഖദ് കാനൂ യഅ്ബുദൂനൽ വസന ഹത്താ മാതൂ. മരണം വരെ അവർ ബിംബത്തെ ആരാധിച്ചവരാണ്. അവര് അവിശ്വാസികളായി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വംശപാരമ്പര്യത്തിന് ഒരു ഇടവും സംഭവിക്കുന്നില്ല. വകുഫറുഹും ലാ യഖ്ദഹു ഫീ നസബിഹി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വംശപരമ്പരയ്ക്ക് അത് ഒരു പോരായ്മയുമല്ല. പ്രിയപ്പെട്ടവരെ, അത് വിശാലമായ മറ്റൊരു വിഷയമാണ്. എന്തായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് എന്താണോ പറഞ്ഞു തന്നതെങ്കിൽ അങ്ങനെ വിശ്വസിക്കലാണല്ലോ ഇസ്ലാമികമായി നമ്മുടെ ബാധ്യത. അവിടുന്ന് പറഞ്ഞു തന്നതിൽ എന്താണോ ഉള്ളത് അത് വിശ്വസിക്കുക, അത് അംഗീകരിക്കുക, അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക, അതിലപ്പുറം നമ്മുടെ വകയായി ചേർത്ത് പറയാതിരിക്കുക, ഉള്ളതിനെ എടുത്തു മാറ്റി നിഷേധിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുക. ഇതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. എൻ സഹോദരന്മാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം അവിടുന്ന് ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. തിങ്കളാഴ്ചയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം എന്നതിൽ തർക്കമില്ല. എന്നാൽ അവിടുന്ന് ജനിച്ച വർഷം, അതുപോലെ തന്നെ മാസം, അതുപോലെ തന്നെ ദിവസം, ഇതിലൊക്കെയും തർക്കമുണ്ട് എന്നാണ്. പല അഭിപ്രായങ്ങളാണ്. റബീഉൽ അവ്വൽ 2-ാണെന്ന് പറഞ്ഞവരുണ്ട്, 8-നാണെന്ന് പറഞ്ഞവരുണ്ട്, 10-നാണെന്ന് പറഞ്ഞവരുണ്ട്, 12-നെന്ന് പറഞ്ഞവരുണ്ട്, 17-നെന്നും 18-നെന്നും പറഞ്ഞവരുണ്ട്, 22-നെന്ന് പറഞ്ഞവരുമുണ്ട്. അതല്ല, റബീഉൽ അവ്വലിൽ തന്നെയായിരുന്നില്ല, റമളാനിലായിരുന്നു എന്നഭിപ്രായപ്പെട്ട ഒറ്റപ്പെട്ട വളരെ ബഈദായ അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്.
ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. ഇത് പറയുമ്പോ ചിലപ്പോ ചില ആളുകൾ വിചാരിക്കും അതൊക്കെ ഇവര് സ്വന്തമായിട്ട് ഈ ജന്മദിനാഘോഷം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ അവിടുത്തെ ജന്മദിനം എന്നാണെന്ന് പോലും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ബർസഞ്ചി മൗലിദ് എന്ന് പറയുന്ന മൗലിദ് ഏതായാലും മുജാഹിദുകൾ ഉണ്ടാക്കിയതല്ലല്ലോ, മൗലിദിന്റെ ആൾക്കാരുണ്ടാക്കിയതല്ലേ. അപ്പൊ ബർസഞ്ചി മൗലിദിൽ തന്നെ കാണാം واختلف في عام ولادته صلى الله عليه وسلم وفي شهرها وفي يومها على أقوال للعلماء مروية والراجح أنها قبيل فجر يوم الاثنين 12 شهر ربيع الأول من عام الفيل الذي صده الله تعالى عن الحرم وحماه. എന്താ അവിടെ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച വർഷത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനിച്ച മാസത്തെക്കുറിച്ച് തർക്കമുണ്ട്. നമ്മളല്ല പറയുന്നത്, റബീഉൽ അവ്വലാണ് പോലും ഉറപ്പില്ലാനാണ് മൗലിദുകാരൻ തന്നെ പറയുന്നത്. മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉലമാക്കൾക്ക് ഇതിലൊക്കെ ഉലമാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ധാരാളം അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഇതിലൊക്കെയും ഏറ്റവും മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം അതാ അമുൽ ഫീലിൽ അനക്കലഹ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഫജറിന് തൊട്ട് മുമ്പെന്നാണെന്ന അഭിപ്രായമാണ് എന്നതിന്റെ അവസാനം പറയുകയും ചെയ്യുന്നു. അപ്പൊ എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം തിങ്കളാഴ്ചയാണ്. എന്നാൽ റബീഉൽ അവ്വലാണ് എന്ന് ഭൂരിപക്ഷ അഭിപ്രായം. ആ തിങ്കളാഴ്ചയാണ്, അതിൽ തർക്കമില്ല. ഏത് ദിവസമാണ് ഒരഭിപ്രായങ്ങളും ഉണ്ട്. പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 9-നും 8-നും പലതുമുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ അനാഥനായിട്ടാണ്, യതീമായിട്ടാണ് അവിടുന്ന് ജനിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഗർഭം ധരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജനിച്ച് 6 വയസ്സായപ്പോൾ ഉമ്മ ആമിനയും മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും അനാഥമാണ്. ആ അനാഥക്കുട്ടിയെ പിന്നെ ഏറ്റെടുക്കുന്നത് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിൻ 8ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഏറ്റെടുക്കുന്നത് പിതൃവ്യനായ അബൂ താലിബാണ്. ആ അബൂ താലിബിന്റെ സംരക്ഷണയിലാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. പക്ഷേ ഈ മനുഷ്യനും മുസ്ലിമായി മരിക്കാൻ ഭാഗ്യമുണ്ടായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ പോലെ പിന്തുടർന്നു വന്നയാളാണ്. എല്ലാം കൊണ്ടും പ്രവാചകനെ സഹായിച്ചയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എതിർക്കാൻ വരുന്ന ആളുകളോടൊക്കെ നല്ല മറുപടി കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചിരുന്ന നേതാവാണ്. ആക്രമിക്കാൻ ആളുകൾ പാടുപെട്ടപ്പോൾ പ്രതിരോധിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ അത്ഭുതം കൊണ്ട് ചോദിച്ചുപോയി. അല്ലയോ പിതൃവ്യനോട് ചോദിക്കുകയാണ്, തന്നൽ ഖുറൈശൻ അൻ തുഅ്വിയനി വതഅബാ അൻ തുഅ്മിന ബി. അല്ലയോ പ്രിയപ്പെട്ട പിതൃവ്യ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഖുറൈശികൾ എന്നെ ദ്രോഹിക്കാൻ വരുമ്പോൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു തടുക്കുന്നു? ഖുറൈശികളും ജനങ്ങളും എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ അവരെ പ്രതിരോധിക്കുന്നു. അതേ അവസരത്തിൽ അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ എന്തേ വിസമ്മതിക്കുന്നത്? അൻതുഅ്മിന ബി, എന്നിൽ വിശ്വസിക്കുന്നതിന് നിങ്ങൾ എന്താണ് തടസ്സം? നിങ്ങളെന്താ എന്നിൽ വിശ്വസിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അബൂ താലിബിന്റെ മറുപടി, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസിദ ഫി തുറാബി ദഫീനാ ഫസ്തബി അംരിക മാലൈക ഗദാമത്തുൻ വബ്ശിർ ബിദാക വഖുറ മിൻക ഉയൂനാ ودعوتني وزعمت أنك ناصحي فلقد صدقت وكنت قبل أمينا وأردت دينا قد عرفت بأنه
മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. മുഹമ്മദേ, ആളുകൾ ഒന്നിച്ചു വന്നാലും നിന്റെ അടുത്തേക്ക് വന്നാലും എന്റെ തലമണ്ണിൽ ചായുന്നത് വരെ അവർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല, നിന്നെ ഒരാളും തൊടൂല. ഞാൻ ജീവിച്ചിരിക്കെ നിന്നെ ഒരാളും ഒന്നും ചെയ്യൂല മുഹമ്മദ്. അതുകൊണ്ട് നിന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്താണെങ്കിൽ നീ ചെയ്തോളൂ. നീ ഒട്ടും ശബ്ദം താഴ്ത്തുകയോ ഒരിക്കലും പിന്മാറുകയോ ചെയ്യേണ്ടതില്ല. നീ വളരെ ഉഷാറായി പ്രവർത്തിച്ചോ. പിന്നെ നീ എന്നെ ക്ഷണിച്ചോ. എനിക്കറിയാം നീ എന്റെ ഗുണകാംക്ഷിയാണെന്ന്, നീ സത്യസന്ധനാണെന്നും എനിക്കറിയാം, നീ അമീനാണെന്നും എനിക്കറിയാം. നീ കൊണ്ടുവന്ന ദീനും മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ, ഏത് ദീനുകളുടെയും കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ദീനാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ലൗലൽ മലാമതു ഔ ഹദാറ മസബ്ബത്തിൻ ലവജത്തനി സംഹൻ ബിദാക യഖീനാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാളെന്താ പാടിയത്, അയാളെന്താ പറഞ്ഞത്? ആളുകളുടെ ആക്ഷേപം, ആളുകൾ ചീത്ത പറയുന്നതിന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ നിങ്ങളെ പിന്നാലെ വന്നാൽ നാട്ടിലുള്ള പലരും നഷ്ടപ്പെട്ടു പോകും. പലരും ഇതുവരെ ഞങ്ങളുമായി ചിരിച്ചിരുന്ന ചിരി അവസാനിക്കും. പലരും ഞങ്ങളുമായി ഇടപഴകിയിരുന്നത് അവസാനിച്ചു പോകും. പലരും ഞങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് നടന്നിരുന്നത് അസ്തമിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്കതാണ് വലുതെന്ന നിലക്ക് അതാ അബൂ താലിബിന്റെ മനസ്ഥിതിയുള്ള എത്രയോ ആളുകള് ഇന്നും സമൂഹത്തിൽ പല മഹല്ലുകളിലും കാണാം. നിങ്ങൾ പറയണത് തന്നെ ശരി. പക്ഷെ നിങ്ങൾ പറയും പോലെ ആയാലിപ്പോ എന്റെ പ്രസിഡന്റ് സ്ഥാനം പോവും, സെക്രട്ടറി സ്ഥാനം പോവും, പള്ളിക്കല നേതാവാണ് ഞാൻ, കാരണവരാണ്, മുത്തവല്ലിയാണ്, നാട്ടുപ്രമാണിയാണ്, നാട്ടിനെല്ലാവരും എന്തിനും അഭയം തേടുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഭാഗവാക്കാവുന്ന ഒരു നേതാവാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പോ തൽക്കാലം പറ്റൂല. ഈ മറുപടി അതാ അബൂ താലിബ് പറയുന്നു. എന്തായിരുന്നാലും ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു കനിഞ്ഞരുളി കൊടുക്കുന്ന ഒരു ഫളലാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് തന്നെ കിട്ടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്തത സഹചാരിയായിട്ട് പോലും അത് കിട്ടിയില്ലല്ലോ. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, സാധാരണ വർത്തമാനത്തിൽ പറയാറുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തൊക്കെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനൊക്കെ അവസരം കിട്ടിയവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ അബൂജഹലും അള്ളാനെ കണ്ടവനല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടവനല്ലേ. അബൂ താലിബ് കൂടെ നടന്നതല്ലേ വർഷങ്ങളോളം. എന്നിട്ടെന്തേ സഹാബി എന്ന സ്ഥാനം കിട്ടിയോ? സഹാബാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തിയോ? സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് അബൂ താലിബ് എത്തിയോ? ഇല്ല. എന്തേ കാരണം? അത് അല്ലാഹു കൊടുക്കുന്ന ഫളലാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു തന്നെ കൊടുക്കണം. ഒരാൾ വിചാരിച്ചാലും നടക്കൂല. ഒരാൾ വിചാരിച്ചാലും ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. അമ്പിയാക്കളുടെ പോലും ഡ്യൂട്ടി എന്താണ്? സത്യം കേൾപ്പിക്കലാണ്, സത്യം പറഞ്ഞു കൊടുക്കലാണ്, ദഅവത്ത് നടത്തലാണ്. ഖിയാമത്ത് നാൾ വരേക്കുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും ബാധ്യത അത് തന്നെയാണ്. സത്യം ജനങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുക. സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, നിരാകരിക്കുന്നവർ നിരാകരിക്കട്ടെ. എത്ര പേരെ നിങ്ങൾ നന്നാക്കി എന്ന ചോദ്യം അമ്പിയാക്കളോടില്ല, ഔലിയാക്കളോടില്ല, ശുഹദാക്കളോടില്ല, സിദ്ദീഖീങ്ങളോടില്ല. ഒരൊറ്റ മുസ്ലിമിനോടും മുസ്ലിമത്തിനോടും നിങ്ങൾ എത്ര പേരെ നന്നാക്കി എന്ന ചോദ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില പ്രവാചകന്മാർ നാളെ മഹ്ശറിലേക്ക് വരുമ്പോ അവരുടെ കൂടെ 2 ആളുള്ള നബിമാരുണ്ട്, 4 പേരുള്ള നബിമാരുണ്ട്, ഒരാളെയും കിട്ടാത്ത നബിമാരുമുണ്ട്. അത് അമ്പിയാക്കൾക്കൊരു മോശമല്ല. അവര് പറഞ്ഞ ആദർശം കേൾക്കാത്ത ജനങ്ങൾക്കാണ് നഷ്ടം, അമ്പിയാക്കൾക്കൊരു നഷ്ടവുമില്ല. അത് അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന് ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്രയും കാലം അതാ ഒപ്പം നടന്നു എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്രയും സഹായിയായി വർത്തിച്ചൊരു മനുഷ്യൻ എന്ന നിലക്ക് ആള് നരകത്തിലാണെങ്കിലും അബൂ താലിബിനെ
സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ ഒരവസ്ഥ നാളെ നരകത്തിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. അതാ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ നഫഅത അബാ താലിബിൻ ബിശൈഇൻ, അബൂ താലിബിന് വല്ല ഉപകാരം ചെയ്യാൻ കഴിയോ? ഫഇന്നഹു കാന യഹൂതുക വയഗ്ളബു ലക, അദ്ദേഹം താങ്കളെ പലപ്പോഴും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും താങ്കൾക്ക് വേണ്ടി രോഷം കൊള്ളുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണല്ലോ, എന്തെങ്കിലും ഇളവ് ഉണ്ടാകുമോ? ആള് നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം ഹുവ ഫീ ലഹ്വാഹിൻ മിന്നാർ, നരകത്തിൽ. അതാ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, യബ്ലുഹു കൽബൈഹി യഗ്ലി മിൻഹു ദിമാഉഹു, അയാളുടെ നെരിയാണി വരെ പൊങ്ങി നിൽക്കുന്ന നിലക്കുള്ള ഒരു തീക്കുണ്ടാരത്തിലാണ് അദ്ദേഹം. നെരിയാണി വരെ മൂടുന്ന തീയിലാണ് നിർത്തപ്പെടുന്നത്. എന്നിട്ടോ അതിലൂടെ തന്നെ തലച്ചോറ് ഇങ്ങനെ ഉരുകി ഒലിക്കും, തലച്ചോറ് തിളച്ചുമറിയും. ആ ഒരവസ്ഥയാണ് നരകത്തിലാണെങ്കിലും അദ്ദേഹത്തിനുള്ളത്. വലൗലാന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഞാനില്ലായിരുന്നുവെങ്കിൽ, അഥവാ ഈ നിലക്കുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് അബൂ താലിബിന്റെ കേസിൽ മാത്രം പ്രത്യേകമായ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് നരകത്തിൽ അതിന്റെ ഏറ്റവും മടിയിലത്തട്ടിലാകേണ്ടതായിരുന്നു. പക്ഷേ ഒരു സ്പെഷ്യൽ, ഒരു നേരിയ രൂപത്തിലുള്ള ഒരു ഇളവ്, അതും ഇങ്ങനെയാണ്, തലച്ചോറ് തിളക്കുന്ന നിലക്ക്. അതാ അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു കൽബൈനി, അഥവാ ഇരു കാലിന്റെ നെരിയാണിയിൽ മൂടുന്ന നിലക്കുള്ള തീയിൽ നിർത്തപ്പെടുന്ന ശിക്ഷയാണ്. അപ്പോഴും നരകത്തിയിൽ തന്നെ, നരകത്തിയിൽ നിന്ന് പുറത്തല്ല, നരകാഗ്നിയിൽ തന്നെയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലേക്ക് കടന്നാൽ, അവിടുത്തെ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിനിയും പറയുവാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലേ ആട് മേച്ച് ശീലിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഒരാളെ ആശ്രയിക്കാതെ ഒരു സ്വന്തം കാലിൽ നിൽക്കണം, ഒരു സ്വന്തമായിട്ട് കാര്യങ്ങൾക്ക് വകകൾ കണ്ടെത്തണം എന്ന മാനസികാവസ്ഥ ചെറുപ്പത്തിലേയുണ്ട്. അമ്പിയാക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആടുമേക്കൽ എന്ന ജോലി ആദ്യം നൽകാറുണ്ടായിരുന്നു. അതിനെന്താണ് ഹിക്മത്തെന്ന് അല്ലാഹുവിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ആ കാര്യം കാണാം. മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ വറഅൽ ഗനമ فقال له أصحابه رضي الله عنهم وأنت فقال نعم كنت أرعاها على قراريط لأهل مكة. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, മാ ബഅസല്ലാഹു നബിയ്യൻ, ഒരു നബിയെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല, ഇല്ലാ വറഅൽ ഗനമ, ആട് മേച്ചിട്ടല്ലാതെ. ആട് മേയ്ക്കാനുള്ള പണി കൊടുക്കും എല്ലാ നബിമാർക്കും ആദ്യം. ചില പണ്ഡിതന്മാരൊക്കെ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു സമൂഹത്തെ നയിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണിത്. ആടിനെ നോക്കുക എന്നുള്ളത് വല്ലാത്തൊരു പണിയാണ്. അത് ഇങ്ങോട്ട് വരാമെന്ന് അങ്ങോട്ട് പോകും, അവിടെ പോകണ്ടെന്ന് അങ്ങോട്ട് പോകും. വല്ലാത്തൊരു പ്രയാസം പിടിച്ച, വളരെ ക്ഷമ, സബർ വല്ലാതെ ആവശ്യമുള്ള, കൺട്രോൾ ആവശ്യമുള്ള, നിയന്ത്രണം ആവശ്യമുള്ള, സഹനം ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങളുള്ളവർക്ക് ആ മേഖലയിൽ വിജയിക്കാനാവൂ. അതുകൊണ്ടായിരിക്കാം അമ്പിയാക്കളെ അള്ള പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത് വരുന്നതായിരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാരെയും അള്ള നിയോഗിച്ചിട്ടുണ്ട്, ആട് മേച്ചിട്ടല്ലാത്തൊരു നബി ഉണ്ടായിട്ടില്ല. അപ്പൊ സഹാബ റളിയല്ലാഹു തആല അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, വഅൻത, താങ്കളും അങ്ങനെ തന്നെയാണോ? ഫഖാല നഅം, അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. കുന്തു അർആഹാ അലാ ഖറാരീത ലിഅഹ്ലി മക്ക, മക്കയിലുള്ള ആളുകളോടൊരു ഖീറാത്ത് കൂലി നിശ്ചയിച്ചിട്ട് ഞാനും ആട് മേയ്ക്കാറുണ്ടായിരുന്നു. കൂലിപ്പണി എടുത്തിട്ട് ആട് മേച്ചിട്ട് കൂലി വാങ്ങിയിരുന്നു ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മാത്രമല്ല, സിറിയയിലേക്ക് അവിടുന്ന് മൈസറ എന്ന് പറയുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സമ്പത്തുമായിട്ട് മൈസറ എന്ന അടിമയുടെ കൂടെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. ആ കച്ചവട യാത്രയിലുണ്ടായ സത്യസന്ധതയും അവിടുത്തെ മഹാത്മ്യവും മനസ്സിലാക്കിയതാണ് ഖദീജ റളിയല്ലാഹു അൻഹാ
ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയാകാൻ നിമിത്തമായത്, അഥവാ ആ ബിസിനസ്സിലുള്ള സത്യസന്ധതയും സ്വഭാവ വൈശിഷ്ട്യങ്ങളും മൂല്യങ്ങളും മനസ്സിലാക്കിയ മഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിവാഹം അന്വേഷിക്കുകയാണ്. അങ്ങനെയാണല്ലോ വിവാഹം നടന്നത്. മാത്രമല്ല അബൂ താലിബിന്റെ കൂടെയും ചെറുപ്പത്തിൽ സിറിയയിലേക്കും മറ്റും കച്ചവടത്തിന് പോയതായി ചരിത്രത്തിലുണ്ട്. അങ്ങനെ അനാഥമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനാഥത്വത്തിൽ നിന്ന് ഒരു മുക്തി, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നൊരു മുക്തി, അതുപോലെ വഴിയറിയാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മാറി അവസാന കാലഘട്ടത്തിൽ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുന്ന ഒരവസ്ഥ ഖുർആൻ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാര് പറയുന്നു. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അനാഥനായി നിന്നെ കണ്ടെത്തിയില്ലേ, എന്നിട്ടവൻ നിനക്ക് നിർഭയത്വം നൽകിയില്ലേ, അഭയം നൽകിയില്ലേ? വഴിയറിയാത്തവനായി കണ്ടില്ലേ, എന്നിട്ട് നിനക്ക് വഴി കാണിച്ചു തന്നില്ലേ? നീ ഏറ്റവും ദരിദ്രനായിരുന്നില്ലേ, നിന്റേതായ കാര്യങ്ങൾക്കുള്ള പര്യാപ്തത നിനക്ക് നൽകിയില്ലയോ? അതതിലേക്കുള്ള സൂചനയാണ് എന്ന് പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയതായി കാണാം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർച്ചയിലും അവിടുത്തെ ആ ജീവിതത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നതിന്റെ മുമ്പുള്ള ജീവിതത്തിലും പരിശുദ്ധിയുടേതല്ലാത്ത ഒരു ഗുണങ്ങളും കാണാനാവില്ല. പവിത്രമായ സ്വഭാവങ്ങളല്ലാത്ത ഒരു സ്വഭാവങ്ങളും കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ഒട്ടേറെ അത്ഭുതങ്ങൾ നബുവത്തിന്റെ മുമ്പുമുണ്ടായിട്ടുണ്ട്, ശേഷമുണ്ടായതുമുണ്ട്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അവിടുത്തെ വ്യക്തിത്വത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനും അത് മുഖേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തും ആദരവും ബഹുമാനവും അവിടുത്തോടുള്ള ഇത്തിബാഉം ജീവിതത്തിൽ നിലനിർത്തുവാനും കാത്തുസൂക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.